ഞാൻ ഇങ്ങനെ ഒരു ദിവസം ആർക്കും അങ്ങനെ ഗൂഗിൾ പേയിൽ പേയ്മെന്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് എനിക്കൊരു കുറേ സ്ക്രാച്ച് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തുറന്ന് നോക്കിയിട്ടില്ല. പക്ഷേ ആദ്യ കാലത്തൊക്കെ നമുക്ക് പേയ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ 50% ഓഫർ എന്നൊക്കെ നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് നല്ലൊരു ഓഫർ കിട്ടിയതാണ്. ഇതിൻ്റെ ഒരു ആക്ച്വൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പം 3000 റുപ്പീസാണ് കിടക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് 300 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം പിന്നെ എന്തായാലും ഒന്നും നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ്. അപ്പം നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇതാണ് ആ സംഭവം. ഇതിന് യഥാർത്ഥത്തിൽ 300 രൂപ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് കടന്നിരുന്നത് 2999 രൂപയാണ്. ഓഫർ പ്രൈസിൽ 300 to 299 രൂപയ്ക്ക് തരുന്നുണ്ടെന്നാണ്. അപ്പം അങ്ങനെയാണ് ഇത്രയൊരു ഓഫർ കണ്ടുകൊണ്ടാണ് പിന്നെ ഇത് ഒരാവശ്യമുള്ളൊരു സാധനമായി. അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലൊരു ചാർജറുണ്ട്. ഇതാണ് സംഭവം. ഇതെന്റെ ചാർജറാണ് വരുന്നത്. യൂസ് ചെയ്യേണ്ട കാറ്റലോഗ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാമല്ലോ. ഇത് നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഈ ഏരിയയിൽ അതിൻ്റെ ചാർജിൻ്റെ നമ്പർ കാണിക്കുന്നുണ്ട്. എത്രമാത്രം ചാർജ് കയറിയിട്ടുള്ള റീഡിങ്സും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഫസ്റ്റിൽ തന്നെ വെച്ച് നോക്കാം. അതിനകത്ത് ഓൾറെഡി തന്നെ ഇത്രയും ചാർജ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പം കുറച്ച് ചാർജ് ഇട്ടതിന് ശേഷമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഓൾറെഡി ഇത്രയും ചാർജ് തന്നെ ഉണ്ടായിരുന്നു. 88 ആണ് ഇപ്പം കിടക്കുന്നത്. കുറഞ്ഞോണ്ടിരിക്കും 87. അപ്പം ചാർജ് ഇടണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇത് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ചാർജ് ഇത് കാണത്തുള്ളൂ. 300 റുപ്പീസിന് ഇത് ലാഭമാണെന്ന് തോന്നുന്നു. ആക്ച്വലി 300 ഉള്ളോ അതോ നല്ല ലാഭത്തിന് കിട്ടിയതാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് കൊടുക്കാതിരിക്കുകയാണേ, വേറെ ആർക്കും അല്ല, നമ്മുടെ പ്രണവിന് തന്നെ. അപ്പം ഇത് വന്ന ഉടനെ പ്രണവിന് വേണമെന്ന് പറഞ്ഞാൽ ഇരിക്കുവാണ്ട്. അപ്പം കൊടുത്തിരിക്കുകയല്ലേ. ബൈ ബൈ.